വേൾഡ് കപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കാര്യമാണിത്. പക്ഷേ ഇത് പല അർജന്റീനൻ ആരാധകരുടെയും നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ലോകകപ്പ് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. ഇതുവരെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു ടീമും വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം. ഇത്രയും കാലം ഫുട്ബോൾ ലോകം കണ്ടു നടന്ന ആ നരേറ്റീവിനെ മാറ്റിമറിക്കാൻ ഇപ്പോൾ വരുന്നതാരാണ്? അതെ, ലയണൽ സ്കലോണിയുടെ അർജന്റീനയാണ്. പലതവണ ചരിത്രം വഴിമാറിയതാണ്. 2022 ലോകത്തെ കീഴടക്കിയ അതേ ടീം ഇന്ന് കൂടുതൽ പക്വതയോടെയും കൂടുതൽ അനുഭവ സമ്പത്തോടെയും ഇത്തവണയും 26 വേൾഡ് കപ്പിനെത്തുകയാണ്. പല ദുർചരിത്രങ്ങളും അർജന്റീനക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. ഒരിക്കൽ മെസ്സി ഉണ്ടായിരുന്നെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന ടീമിനെ സ്കലോണി ഇപ്പോൾ ഒരു ടീം ഗെയിം പ്ലാനിലൂടെ മെസ്സി ഇല്ലാതെയും കളിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഏറ്റവും വലിയ മാറ്റം. മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളിയുടെ റിതം നിയന്ത്രിക്കാൻ കഴിവുള്ള താരങ്ങൾ, ഡിഫൻസിൽ ഏത് സമ്മർദ്ദവും നേരിടാൻ തയ്യാറായ പോരാളികൾ, മുന്നേറ്റത്തിൽ ഏത് സമയവും എതിരാളികളുടെ ഡിഫൻസിനെ കീറിമുറിച്ച് ഗോൾ സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള മുന്നേറ്റ നിരക്കാർ, പിന്നെ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറും. ഇതിനെല്ലാറ്റിനേക്കാളും മുകളിൽ സ്കലോണി ഉണ്ടാക്കിയെടുത്ത ഒരു വമ്പൻ സിസ്റ്റവും. ആ സിസ്റ്റത്തിൽ തന്നെയാണ് ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പിനെത്തുന്നത്. അതുകൊണ്ട് ചരിത്രം വഴിമാറപ്പെടും. ആ ചരിത്രവും പറഞ്ഞ് അർജന്റീന ഇത്തവണ വേൾഡ് കപ്പ് നേടില്ല എന്ന് പറയുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരിക്കും അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ഓരോ മത്സരങ്ങളും. പിന്നെ വേൾഡ് കപ്പിൽ സമ്മർദ്ദ നിമിഷങ്ങളെ നേരിടാൻ ഏറ്റവും കെൽപ്പുള്ള ഒരു ടീമായി കൂടി അർജന്റീന വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾ അർജന്റീനയെ സൂക്ഷിച്ചു കൊള്ളുക. ചരിത്രവും നിങ്ങൾ എഴുതി വെച്ച പല കെട്ടുകഥകളും അർജന്റീന ഇത്തവണ മറികടക്കും. ഈ വിശ്വാസത്തിലാണ് ഓരോ അർജന്റീനൻ ആരാധകരുമുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.